നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. തംബ്നെയിലിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതുപോലെ തന്നെ മനസ്സിൽ മിഥുനമഴ എന്ന് തുടങ്ങുന്ന ഗാനത്തിന് എങ്ങനെ നൃത്തം ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. നമ്മുടെ മിക്ക വീഡിയോസിൻ്റെ താഴെയും കമൻസിൽ എപ്പോഴും വരുന്നൊരു ചോദ്യമാണ് മനസ്സിൽ മിഥുനമഴയുടെ ഡാൻസ് എപ്പോഴാണ് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ ശിവദവും അമ്പാടിത്തന്നിലൊരുണ്ണിയും ഒക്കെ പോസ്റ്റ് ചെയ്തതുപോലെ ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾ പഠിക്കുന്ന ആ സ്റ്റെപ്സിൻ്റെ പാട്ടിട്ട് കളിക്കുന്ന വേർഷൻ നമ്മൾ ഷോർട്സിനകത്ത് മനസ്സിൽ മിഥുനമഴ പാർട്ട് 1 പാർട്ട് 2 എന്നുള്ളൊരു രീതിയിൽ ഓരോ ദിവസങ്ങളിലായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് പോസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്ന അനുസരിച്ച് പോയി അവിടെ ഓരോ പാർട്ടായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ 2 പേര് ചേർന്ന് കളിക്കുന്ന രീതിക്കാണ്. ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ എല്ലാം ചെയ്യാവുന്നതാണ് കേട്ടോ. കാരണം 2 പേരായിട്ട് ചെയ്യുമ്പം എന്തായാലും അത് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് ചെയ്യുവാണെങ്കിൽ അത് ആൾക്കാരുടെ എണ്ണം കൂടുവെന്നേ ഉള്ളൂ. നിങ്ങളത് റൈറ്റായിട്ടും ലെഫ്റ്റായിട്ടും ആൾക്കാരുടെ എണ്ണം കൂട്ടി ഇപ്പോൾ 2 പേര് ചെയ്ത സ്ഥാനത്ത് 4 പേരോ 8 പേരോ ആയിട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരാൾ തന്നെ റൈറ്റും ലെഫ്റ്റും മാറി മാറി ചെയ്താൽ മതി. അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്കാണ് സ്റ്റെപ്സ് ഇട്ടിരിക്കുന്നതാണെങ്കിലും ശരി, ഇത് കോറിയോഗ്രാഫി ചെയ്യുന്നത് ശരി, നിങ്ങൾക്ക് കളിക്കാനും എളുപ്പമുള്ള രീതിക്കാണ് കേട്ടോ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരി, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്സ് പറഞ്ഞു തരാമേ. കൈയും കാലും എങ്ങനെ ചെയ്യുമെന്നുള്ളത് പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് അത് ഓരോന്നും പാട്ടിനോട് ചേർന്ന് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞങ്ങൾ 2 പേര് ചേർന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട സ്റ്റെപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ബാക്കിലോട്ട് തിരിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഇതിപ്പോൾ ഓഡിയൻസ് ആണെങ്കിൽ നമ്മൾ ബാക്കിലേക്ക് തിരിഞ്ഞായിരിക്കും നിൽക്കുന്നത്. 2 പേരല്ല 10 പേരാണെങ്കിലും നിങ്ങളിങ്ങനെ ഒറ്റ ലൈനായിട്ട് ബാക്കിലോട്ട് തിരിഞ്ഞ് നിൽക്കും. തിരിഞ്ഞ് നിന്നിട്ട് ആദ്യം റൈറ്റ് ഹാൻഡ് ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ നിങ്ങളുടെ റൈറ്റ് കൈ ഇങ്ങനെ എടുക്കും. അപ്പോൾ എങ്ങനെ ഇരിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരമണ്ഡലത്തിലിരുന്നിട്ട് റൈറ്റ് ലെഗ് ഇങ്ങനെ കുത്തി നിർത്തും. എന്നിട്ട് ഇങ്ങനെ ആക്കും. അത് കഴിയുമ്പോഴത്തേക്കും ബാക്കിലിരിക്കുന്ന ആൾ ലെഫ്റ്റ് കൈ. ഇതിപ്പോൾ ഒറ്റയ്ക്കാണ് കളിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം വലത് കൈ പിന്നെ ഇടത് കൈ അങ്ങനെ എടുത്താൽ മതി. ഇനി ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിപ്പം നമ്പേഴ്സ് ഇടണം. ഓഡ് നമ്പർ വരുന്നവരെല്ലാവരും ആദ്യം നിങ്ങളുടെ റൈറ്റ് കൈ എടുക്കുക, ഈവൻ നമ്പേഴ്സ് വരുന്നവരെല്ലാവരും അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് കൈ എടുക്കുക. ആ ഒരു രീതിക്കാണെങ്കിലും നിങ്ങൾക്കിത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് മനസ്സിലായല്ലോ. നമ്മൾ ബാക്കിലോട്ട് തിരിഞ്ഞിരുന്നിട്ട് ആദ്യം റൈറ്റ് ഹാൻഡ് എടുക്കും, അത് കഴിഞ്ഞ് ലെഫ്റ്റ് ഹാൻഡ് എടുക്കും. ഇനി നിങ്ങൾ അടുത്തത് പഠിക്കേണ്ട സ്റ്റെപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈ ഇങ്ങനെ മുഷ്ടി പിടിച്ചതിന് ശേഷം ഇങ്ങനെ, അതായത് റൈറ്റ് ഹാൻഡ് മുകളിൽ ലെഫ്റ്റ് ഹാൻഡ് താഴെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൈ, ലെഫ്റ്റ് കൈ മുകളിൽ വരും, റൈറ്റ് കൈ താഴെ വരും. ഇതിൻ്റെ കാല് വരുന്നത് ആദ്യം റൈറ്റ് കാല് ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ ചരിച്ചിട്ട്, അത് കഴിഞ്ഞ് ലെഫ്റ്റ് കാല് പൊക്കി ഇങ്ങനെ ചവിട്ടും. 1 2 3 1 2 3. ഈ സ്റ്റെപ്പ് മനസ്സിലായല്ലോ. ഇത് നമ്മൾ ആ ഒരു പാട്ടിൽ ആദ്യം ബാക്കിലോട്ട് 2 പേര് ചെയ്യുന്നുണ്ട്, ഫ്രണ്ടിലോട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയുമാണ് ആദ്യം വരുന്നത്. ആ 2 സ്റ്റെപ്സ് നിങ്ങൾ മനസ്സിലായല്ലോ, റൈറ്റും ലെഫ്റ്റും എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഇനി അടുത്തതിൻ്റെ കൈ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് റൈറ്റ് സൈഡ് കാണിച്ചു തരാമേ. ലെഫ്റ്റ് ഹാൻഡ് ഡോളാഹസ്തം ഇടും, റൈറ്റ് കയ്യിൽ ഇങ്ങനെ കടകാമുഖം പിടിച്ചിട്ട് 1 2 3 4. കൈ എടുക്കുന്ന സമയത്ത് അളപത്മമാവും. എന്നിട്ട് കൈ ഇങ്ങനെ കറങ്ങി വന്ന് കൈ ഇവിടെ വരുമ്പോഴത്തേക്കും വീണ്ടും കടകാമുഖം ഇങ്ങനെ തിരിച്ചു പിടിക്കും മുകളിലോട്ട്. ഇനി അതിൻ്റെ ലെഫ്റ്റ് എടുക്കുമ്പോൾ എങ്ങനെ, ലെഫ്റ്റ് കൈയിലായിരിക്കും നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. ഇതിൻ്റെ കാലെങ്ങനെ വരും, ആദ്യം റൈറ്റ് കാല് ഫുൾ ബോഡി വെയിറ്റ് റൈറ്റ് ലെഗിലോട്ട് കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് താഴ്ന്നിരുന്നിട്ട് റൈറ്റ് കാല് ബാക്കിൽ കുത്തും, ലെഫ്റ്റ് കാല് ഫ്രണ്ടിൽ ചവിട്ടും. ഇനി തിരിച്ച് ലെഫ്റ്റിലോട്ട് പോകുമ്പം ലെഫ്റ്റ് കാലിലോട്ട് ഫുൾ ബോഡി വെയിറ്റ് കൊടുക്കും, അരമണ്ഡലം ലെഫ്റ്റ് കാല് ബാക്കിൽ കുത്തും, റൈറ്റ് കാല് ഫ്രണ്ടിൽ കുത്തും. ഇതെങ്ങനെ ചേർത്ത് ചെയ്യും, 1 2 3 4 5 6 7 8. ഇതിൻ്റെ റൈറ്റും ലെഫ്റ്റും എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത്, അതും ഞാൻ ആദ്യം റൈറ്റ് കാണിക്കാം എന്നിട്ട് ലെഫ്റ്റ് കാണിച്ചു തരാമേ. നമ്മുടെ റൈറ്റ് കാല് നീട്ടും, എന്നിട്ട് അതേ റൈറ്റ് കാലെടുത്ത് ബാക്കിൽ കുത്തും. ഓക്കെ, അപ്പോൾ കൈ വരുന്നത് നമ്മൾ കടകാമുഖം വീണ്ടും പിടിച്ചിട്ട് കാല് നീട്ടുന്ന സമയത്ത് റൈറ്റ് കൈ അളപത്മം, എന്നിട്ട് കാല് ബാക്കിൽ കുത്തുന്ന സമയത്ത് ഫ്രണ്ടിലത്തെ റൈറ്റ് കോർണറിലോട്ട് മുകളിലോട്ട് കൈ കടകാമുഖം. ഇപ്പോൾ 2 കൈയിലും കടകാമുഖമാണ്, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എങ്ങനെ 1 2. എന്നിട്ട് 2 കൈയിലും ഹംസാസ്യം പിടിച്ചിട്ട് ആദ്യം റൈറ്റ് കോർണറിലോട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാർ റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാലിങ്ങനെ നീട്ടും. അപ്പോൾ ഹംസാസ്യം പിടിച്ചിട്ട് 1 2. മനസ്സിലായോ? എങ്ങനെ റൈറ്റ് കൈ പൊക്കും, അത് കഴിഞ്ഞ് ലെഫ്റ്റ് കൈ താഴോട്ട് 1 2. എന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കറക്കും. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ കറങ്ങി കൈ ഇങ്ങനെ ലെഫ്റ്റ് കോർണറിലോട്ട് നീട്ടുമ്പോൾ ലെഫ്റ്റ് കൈ ആയിരിക്കും ലെഫ്റ്റ് കോർണറിലോട്ടിരിക്കുന്ന റൈറ്റ് കൈ മുകളിലോട്ട്.
ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ എങ്ങനെ ചെയ്യും? ഇപ്പോൾ ഈ ചെയ്തതിൻ്റെ സെയിം നമ്മൾ ലെഫ്റ്റ് കാല് ലെഫ്റ്റ് കൈ എടുക്കും. 1 2. ഇനി 2 കൈയിൽ ഹംസാസ്യം പിടിച്ചിട്ട് ലെഫ്റ്റ് കാല് ആദ്യം ചവിട്ടി റൈറ്റ് കാല് നീട്ടും. എന്നിട്ട് ലെഫ്റ്റ് സൈഡ് ഈ കൂടെ കറങ്ങി വന്ന് റൈറ്റ് കോർണറിലോട്ട് റൈറ്റ് കൈ നീട്ടി ഇങ്ങനെ നിൽക്കും. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ഇതിത്രയും എങ്ങനെയാണ് 2 പേര് ചേർന്ന് പാട്ട് ഇടത്തില്ല, പാട്ട് പാടി എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തിരിഞ്ഞ് നിൽക്കുകയാണേ. തിരിഞ്ഞ് നിന്നിട്ട് ജഗന ജഗന തിക്ക് തിക്കിനക്ക് തിക്ക് ജഗന ജഗന തിക്ക് തിക്കിനക്ക് തിക്ക് ജഗന ജഗന തക ജഗന 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 തിക്ക് തിക്കിനക്ക് ജഗന 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 തിക്ക് തിക്കിനക്ക് തിക്ക് ഇത്രയാണ് നമ്മളിപ്പോൾ സ്റ്റെപ്സ് പഠിച്ചതിൻ്റെ 2 പേര് ചേർന്ന് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ വരുന്നത്. പാട്ടിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നത്. ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും 2 കൈയിലും കടകാമുഖം പിടിക്കും. നമ്മൾ ചാടുക ചെയ്യുന്നത്. കൈ മുകളിലോട്ട് ഇങ്ങനെ അളപത്മം, എന്നിട്ട് താഴെ വരുമ്പം കടകാമുഖം വരും. അപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി ചാടണം. 3 സ്റ്റാർട്ട്. 1 2. മനസ്സിലായോ? 1 2 കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ ലെഫ്റ്റ് കോർണറിലോട്ട് മൂവ് ചെയ്യുമ്പം നമ്മുടെ റൈറ്റ് ലെഗ് ഇങ്ങനെ ബാക്കിലോട്ട് പൊക്കിയിട്ട് ഫ്രണ്ടിലെടുത്ത് വയ്ക്കും. ഓക്കെ, ലെഫ്റ്റിലോട്ട് പോകുമ്പം റൈറ്റ് കാലാണ് ബാക്കിലോട്ട് പൊക്കിയിട്ട് എടുത്ത് വെക്കേണ്ടത്. കൈ വരുന്നത് ഈ കടകാമുഖം തന്നെ പിടിക്കും. ലെഫ്റ്റ് കോർണറിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ലെഫ്റ്റ് കൈ മുകളിലായിരിക്കും പിടിക്കുന്നത്. എന്നിട്ട് റൈറ്റ് കൈ ഇങ്ങനെ നീട്ടുമ്പം നമ്മളുടെ നോട്ടം വരുന്നത് റൈറ്റ് കോർണറും ലെഫ്റ്റ് കോർണറും ആയിരിക്കും. ഇങ്ങനെ പൊങ്ങുമ്പം റൈറ്റ് കോർണർ, അത് കഴിഞ്ഞ് കൈ തിരിച്ചു വരും. തിരിച്ചിവിടെ വരുമ്പോൾ അളപത്മം വരും. അപ്പോൾ നമ്മളുടെ നോട്ടം ലെഫ്റ്റ് കോർണറിലോട്ട് വരും. എങ്ങനെയാണ്? 1 2. മനസ്സിലായോ? എന്നിട്ട് അടുത്തത് വരുന്നത് കൈ 2 കൈയിൽ ഹംസാസ്യം പിടിക്കും. റൈറ്റ് കൈ ഇങ്ങനെ വയ്ക്കും, ലെഫ്റ്റ് കൈ ഇങ്ങനെ ഒരു കണ്ണാടിയിൽ നമ്മൾ നോക്കുന്നത് പോലെ കാലിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലൂസാക്കി ഇങ്ങനെ ഒന്ന് എടുക്കും. 1 2 3 4. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്യും. അപ്പോൾ എങ്ങനെ? 1 2 3 4. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ സെയിം നമ്മൾ റൈറ്റ് സൈഡ് ചെയ്യും. റൈറ്റിലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? വീണ്ടും ചാടിയതിന് ശേഷം നമ്മൾ റൈറ്റ് കോർണറിലോട്ടാണ് പോകേണ്ടത്. റൈറ്റിലോട്ട് പോകുമ്പോൾ അപ്പോൾ ഓപ്പോസിറ്റ് കാല് ലെഫ്റ്റ് കാലായിരിക്കും പൊക്കുന്നത്, ലെഫ്റ്റ് കൈ ആയിരിക്കും നീട്ടുന്നത്. 1 2. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യത്തില്ല. പകരം 2 പേരിങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് 1 2 3 4. ബാക്കിൽ നിൽക്കുന്നത് എത്ര പേരാണെങ്കിലും ശരി, ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ ഏറ്റവും താഴോട്ട് കൈ എടുക്കും. അതിന് മുകളിൽ ആ ഒരു ലെവലിന് വേണം കൈ വെക്കാനായിട്ട്. അപ്പോൾ ഇത് ചേർത്തൊന്ന് ചെയ്ത് കാണിച്ചു തരാമേ. ഇവിടെ തൊട്ട് 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ഇത് എഡിറ്റഡ് വേർഷനാണേ. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പോർഷൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു രീതിക്ക് ആ പാട്ടിനനുസരിച്ചാണെങ്കിൽ ഇനി മനസ്സിൽ മിഥുനമഴ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ പൊസിഷനിലോട്ട് പോകണം. അപ്പോൾ കൈ എന്ന് പറയുന്നത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് മനസ്സിൽ മിഥുനമഴ, നമ്മൾ വെറുതെ അങ്ങ് നടന്നു പോകത്തേ ഉള്ളൂ. നമ്മളുടെ 2 സൈഡിലോട്ട് അങ്ങ് നീങ്ങുക. മനസ്സിൽ മിഥുനമഴ. ഇനി അടുത്തത് വരുന്നത് കൈ ഇങ്ങനെ 1 2. എനിക്ക് ഇവിടുന്ന് അപ്പുറത്തെ സൈഡിൽ പോകണം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. എനിക്ക് അങ്ങോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ആ സൈഡിലിരിക്കുന്ന എൻ്റെ കാല്, അതായത് റൈറ്റ് കാല്, എനിക്ക് റൈറ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ റൈറ്റ് കാല് നീട്ടും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ലെഫ്റ്റ് കാല് ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യേണ്ടപ്പം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിലോട്ടായിരിക്കും നോക്കുന്നത്, ഞാൻ റൈറ്റ് കൈയിലോട്ട് നോക്കും. 1 2 3 1 2 3. ഇതിന് നിങ്ങൾ വലിയ സ്റ്റെപ്പൊന്നും നോക്കണ്ട. നിങ്ങളിങ്ങനെ സ്റ്റെപ്പ് നോക്കുവാണെങ്കിൽ 1 2 3 1 2 3. അതല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു താളം മനസ്സിൽ വെച്ച് അങ്ങ് കറങ്ങിയാലും മതി, കറക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെ? മനസ്സിൽ മിഥുനമഴ പൊഴിയുമഴകിലൊരു. ഇനി 2 സൈഡിലായില്ലേ? അപ്പോൾ നമുക്ക് ഏത് സൈഡിലാണെങ്കിലും നിങ്ങളുടെ ആ നിൽക്കുന്ന കോർണറിലോട്ട് കൈ ഇങ്ങനെ പിടിക്കും. ഈ 2 വിരൽ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മയിലിനലസലാസ്യം ഇങ്ങനെ അരാളമാണേ വരുന്നത്. അപ്പോൾ എങ്ങനെ വരുന്നത്? കാല് 1 2 3 1 2 3. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊങ്ങിയിട്ട് മയിലിനലസലാസ്യം ഓപ്പോസിറ്റ് കോർണറിലോട്ടൊന്ന് നോക്കും. അപ്പോൾ ചേർത്തൊന്ന് ചെയ്യാം. 1 2 3 സ്റ്റാർട്ട്. മനസ്സിൽ മിഥുനമഴ പൊഴിയും അഴകിലൊരു മയിലിനലസലാസ്യം. ഓക്കെ, ഇനി അടുത്തത്
നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുള്ളത്, എങ്കിലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മുടെ താത്തേ തീത്തം പരവലടവിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്, അത് നമ്മൾ സമത്തിൽ ഫ്രണ്ടിലോട്ട് ചവിട്ടും. 1 2 3 4 5 6 7 8. കൈ വരുന്നത്, കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഹരിതവനിയിലൊരു, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് കോർണറിലോട്ട് നോക്കും. ഹരിതവനിയിലൊരു ഹരിണ യുവതിയുടെ, ലെഫ്റ്റ് കൈ ഡോളഹസ്തം, റൈറ്റ് കൈ കടകാമുഖം, നേരെ നോക്കും. എന്നിട്ട് ബാക്കിലോട്ട് പ്രണയഭരിത ഭാവം, ലെഫ്റ്റ് കൈയിൽ മുഷ്ടി, റൈറ്റ് കൈ ഇങ്ങനെ കടകാമുഖം തിരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ഭാവം. ഒന്നെങ്കിൽ നേരെ നോക്കാം, അല്ലെങ്കിൽ സൈഡിലോട്ട് നോക്കാം, രണ്ടാണെങ്കിലും കറക്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യും? ഹരിതവനിയിലൊരു ഹരിണ യുവതിയുടെ 1 2 3 4 അങ്ങോട്ട് നോക്കി ചെയ്യാം കേട്ടോ. മനസ്സിലായോ? ഇനി അത് കഴിഞ്ഞ് വീണ്ടും അരമണ്ഡലത്തിൽ താത്തേ എഴുതാം. സ്വരകലികയിൽ 1 2 3 4. കൈ എങ്ങനെയാണെന്ന് മനസ്സിലായോ? പുറത്ത് നിൽക്കുന്നത് കൊണ്ടാണ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശ്രദ്ധ പോകുന്നത്, വേറെ ഒന്നും വിചാരിക്കല്ലേ ആരും. അപ്പോൾ എങ്ങനെ? താത്തേ തേത്താം, എന്നിട്ട് കടകാമുഖം പിടിച്ചിട്ട് അളപത്മം, ലെഫ്റ്റ് കൈ താഴോട്ട്, എന്നിട്ട് ഈ കൈ മുകളിലോട്ട് വരുമ്പം കടകാമുഖമായിട്ട് മാറും. തിരിച്ച് ഇപ്പുറത്തോട്ട് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പം ഇങ്ങനെ ശ്രുതിലയ സുഖം. ഇനി തിരിച്ച് റൈറ്റ് കൈ താഴോട്ട്, അത് കഴിഞ്ഞ് മുകളിലോട്ട് വരുമ്പോൾ കടകാമുഖവും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ, സ്വരകലികയിൽ 1 2 3 4, അതായത് ലെഫ്റ്റ് കാല് നീട്ടും, റൈറ്റ് കാല് ചവിട്ടും, ലെഫ്റ്റ് കാല് ബാക്കിൽ കുത്തും, റൈറ്റ് കാല് പൊക്കി ചവിട്ടും. ഇനി ശ്രുതിലയ സുഖം പറയുമ്പോൾ ലെഫ്റ്റിലോട്ട് താത്തേ തീത്താം, കൈ ഇങ്ങനെ വരും, ശ്രുതിലയ സുഖം. ഇനി നമ്മൾ റൈറ്റ് കാല് നീട്ടും, 1 2 3 4. ഓക്കെ. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ സെയിം കൈ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളുടെ റൈറ്റ് കാല് ഇങ്ങനൊന്ന് പൊക്കണം, കാല് ഒടിച്ചിടണേ. ഇങ്ങനെ ഗന്ധർവ അങ്ങോട്ട് നോക്കിയിട്ട് കറങ്ങും, റൈറ്റിൽ കൂടെ കറങ്ങും, സംഗീതം. ഇനി ലെഫ്റ്റ് കൈയും റൈറ്റ് കാലും ഇങ്ങനെ 1 2 3 4, അതായത് ഈ കാലൊന്ന് ചവിട്ടി ഇങ്ങനെ പൊങ്ങും. അങ്ങനെ 4 സ്റ്റെപ്പ്. എന്നിട്ട് ഫ്രണ്ടിലോട്ട് നമ്മൾ 4 സ്റ്റെപ്പ് നടന്നിട്ട് രാധേ നിൻ ശ്രീപാദം, എന്നിട്ട് നമ്മൾ നേരത്തെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സെയിം തന്നെ. ചഞ്ചലമാകുന്നു ജഗന്നതക, കാലിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് അളപത്മം ലെഫ്റ്റ് സൈഡിലോട്ട് പിടിച്ച് 1 2 ഇങ്ങനെ നോക്കും. ചേർത്തൊന്ന് മനസ്സിൽ മിഥുനമഴ തൊട്ട് ചേർത്ത് കാണിച്ചു തരാമേ. നിങ്ങൾക്ക് സ്റ്റെപ്സ് എല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. 1 2 3 സ്റ്റാർട്ട്. മനസ്സിൽ മിഥുനമഴ പൊഴിയും അഴകിലൊരു മയിലിനലസലാസ്യം, ഹരിതവനിയിലൊരു ഹരിണ യുവതിയുടെ പ്രണയഭരിത ഭാവം, സ്വരകലികയിലൂടെ ശ്രുതിലയ സുഖമോടെ ഗന്ധർവ സംഗീത മംഗളരാഗമുണരുന്നു, രാധേ നിൻ ശ്രീപാദം ചഞ്ചലമാകുന്നു ജഗന്നതക. വീണ്ടും മനസ്സിൽ മിഥുനമഴ. ഇനി ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് പോകും. പൊഴിയും അഴകിലൊരു മയിലിനലസലാസ്യം, ഹരിതവനിയിലൊരു ഹരിണ യുവതിയുടെ പ്രണയഭരിത ഭാവം പറയുമ്പം ജസ്റ്റ് ഒന്ന് കറങ്ങണം, ഇങ്ങനെ 2 കൈയും വരും. ഭാവം. നമ്മളിപ്പം ഈ ഡ്രസ്സിലൊക്കെ ആണെങ്കിൽ കാലിങ്ങനെ ബാക്കിലോട്ട് നീട്ടി കറങ്ങുന്നതൊക്കെ കാണിക്കാം. പക്ഷെ നമ്മൾ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഇച്ചിരി വലിയ പാവാട, ഞങ്ങൾ ഈ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഏതാ പാട്ടിട്ട് കളിക്കുന്ന വീഡിയോയിലെ പോലെ ഹാഫ് സാരിയോ അല്ലെങ്കിൽ വലിയ സ്കേർട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ കാലൊക്കെ എടുത്ത് വെച്ച് കറങ്ങാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം നല്ല ഫ്ലെയർ ഉള്ള സ്കേർട്ടൊക്കെ ആണെങ്കിൽ പാടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഇങ്ങനെ കറങ്ങിയാൽ മതി. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? അടുത്തത് ഒരു മ്യൂസിക്കിൻ്റെ പോർഷനാണേ. അതും ഈ പറഞ്ഞതുപോലെ ഞാൻ റൈറ്റും ലെഫ്റ്റും കാണിച്ചു തരാം. നിങ്ങളപ്പോൾ അത് ഏത് സൈഡിലാണോ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ അതിനനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം ലെഫ്റ്റ് കോർണറിലോട്ട് നിൽക്കുമ്പം നമ്മുടെ റൈറ്റ് കാല് നീട്ടും. ഇങ്ങനെ 1 2 3 4 1 2 3 4 കാലിങ്ങനെ നീട്ടിയിട്ട് ഇങ്ങനെ എടുക്കും. 1 2 3 4. എന്നിട്ട് നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യണം. മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് 1 2 അളപത്മം കടകാമുഖം 1 2. അപ്പോൾ കാലെങ്ങനെ വരുമെന്ന് വെച്ചാൽ റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാല് ഇങ്ങനെ പൊക്കും. ഓക്കെ. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ മൂവ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്കേർട്ടൊക്കെ വലിയ സ്കേർട്ടൊക്കെ ഇട്ടിട്ട് മൂവ് ചെയ്യാൻ പാടാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് പോയാലും മതി. ഓക്കെ. കൈ മാത്രം കറക്റ്റായിട്ട് എടുക്കണം. അപ്പോൾ തിരിച്ച് റൈറ്റ് സൈഡിൽ നിൽക്കുന്നവരെങ്ങനെ ചെയ്യും? നിങ്ങളുടെ ലെഫ്റ്റ് കാല് പൊക്കണം. നിങ്ങളുടെ ലെഫ്റ്റ് കാല് പൊക്കി 1 2 3 4. ഇനി നിങ്ങളുടെ ലെഫ്റ്റ് കാലെടുത്തിട്ട് റൈറ്റ് കാല് ഒന്നെങ്കിൽ ഇങ്ങനെ വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരാം. ഏതാണ് എളുപ്പം എന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യാൻ നേരം ലെഫ്റ്റ് കൈ ആയിരിക്കും ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ.
അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ചേർത്തൊന്ന് ചെയ്ത് നോക്കാം. 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8. നമ്മൾ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് തിരിച്ച് വരണം. ഈ സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ച് നമ്മളുടെ പൊസിഷനിൽ വന്നിട്ടുണ്ട്. ഇനി ആദ്യം ഞങ്ങളിപ്പോൾ 2 പേര് ചെയ്തപ്പോഴത്തേക്കും ലെഫ്റ്റിൽ നിൽക്കുന്ന ഞാനാണ് ആദ്യം അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. എൻ്റെ കൈ വരുന്നത് അളപത്മം കടകാമുഖം. എൻ്റെ ലെഫ്റ്റ് കാല് ചവിട്ടി റൈറ്റ് കാല് നീട്ടും. ഇനി ആ സൈഡിൽ ചെയ്യുമ്പം റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാല് നീട്ടും. ഓക്കെ, മനസ്സിലായോ? ഇനി ചെറിയൊരു ഗ്യാപ്പിട്ട് അരമണ്ഡലത്തിലിരുന്നിട്ട് 2 കൈയും കടകാമുഖം ഇവിടെ പിടിച്ച് 1 അങ്ങോട്ട്, 2 ഇങ്ങനെ, 3 എന്ന് പറയുമ്പം അരമണ്ഡലത്തിൽ താഴോട്ട് നോക്കും, 4 എന്ന് പറയുമ്പോൾ അളപത്മം നേരെ നോക്കും. ഇത് ഇത്രയാണ് മ്യൂസിക്കിൻ്റെ പോർഷൻ വരുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ചേർത്ത് ചെയ്ത് കാണിച്ചു തരാം. 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ഇനി അടുത്തത് ഈ ഒരു പാട്ടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് അതാണ് കളിക്കാൻ പോകുന്നത്. ഇത് നിങ്ങളൊന്ന് നോക്കി വെച്ചോ, കാര്യം ഈ സ്റ്റെപ്സ് പലയിടത്തും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാലാദ്യം കാണിച്ചു തരാം. 1 2 3 4 റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. അപ്പോൾ ജസ്റ്റ് ആദ്യം 1 2 എന്ന് പറയുമ്പോൾ ഒന്ന് ഇരുന്നിട്ട് 3 4 ഒന്ന് എഴുന്നേക്കണം. നമ്മുടെ കൃഷ്ണൻ്റെ കൈ പിടിച്ചിട്ട് ഇനി വീണ്ടും ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പം എനിക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകണം. അപ്പോൾ എൻ്റെ റൈറ്റ് കാല് ഫ്രണ്ടിൽ, ലെഫ്റ്റ് കാല് ബാക്കിലായിരിക്കും. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ലെഫ്റ്റ് കാല് ഫ്രണ്ടിൽ, റൈറ്റ് കാല് ബാക്കിലായിരിക്കും. എങ്ങനെ വരും? വീണ്ടും ഇനി കൈ ഇങ്ങനെ പിടിക്കും. റൈറ്റ് കൈ സിംഹമുഖം ഇവിടെ പിടിച്ചിട്ട് കാലിങ്ങനെ പൊക്കി, റൈറ്റ് കാല് പൊക്കി റൈറ്റ് കാല് ബാക്കിലോട്ട് നീട്ടും. അപ്പോൾ നമ്മുടെ നോട്ടം താഴോട്ട് വരും. ഇനി നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ കറങ്ങി വന്ന് നിൽക്കുമ്പം ഈ കൈ ഇവിടെ മയൂരം, ഇവിടെ നോട്ടം ദൂരെ ഇങ്ങനെ താഴോട്ട് സൈഡിലോട്ട്. ഓക്കെ, അപ്പോൾ ഈ മ്യൂസിക്കിൻ്റെ പോർഷൻ 1 2 3 സ്റ്റാർട്ട്. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? ഇനി അടുത്ത പോർഷൻ്റെ കൈ ആദ്യം ഞാൻ കാണിച്ചു തരാമേ. കൈ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കി ദേവി പിടിക്കും. ദേവി നീയാം മായാശില്പം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കറക്കി എടുത്തില്ലെങ്കിൽ നിങ്ങൾ നേരെ എടുത്താലും മതി കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ ആ സ്പീഡിന് ചെയ്യാൻ പറ്റുന്നത് അത് വൃത്തിയായിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ദേവി നീയാം, പതാക തിരിച്ചു പിടിക്കും. ചതുരമാണ്, ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് മായാശില്പം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അളപത്മം, ലെഫ്റ്റ് കൈ ഡോളാഹസ്തം. നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ലെഫ്റ്റ് കോർണറിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കും. കൈ വരുന്നത് ഇങ്ങനെ 1 2 1 2 3 4 ഹംസാസ്യം. കാലെങ്ങനെ വരും? ഇങ്ങനെ ഒന്ന് ഫ്രണ്ടിലോട്ട്, ഇങ്ങനെ കാലൊന്ന് കറക്കി എടുത്ത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വയ്ക്കും. ദേവി നീയാം മായാശില്പം. ഇനി ഇതിങ്ങനെ ചെയ്യുമ്പോൾ ജസ്റ്റ് 1 2 3 4 ലീലാലോലം. ഇനി താ തേയ് തേയ്താം. താ തേയ് തേയ് താം. അതായത് നിങ്ങളുടെ ലെഫ്റ്റ് കാല് ചവിട്ടി റൈറ്റ് കാല് പൊക്കും. എന്നിട്ട് ആ റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാല് ബാക്കിൽ, അത് കഴിഞ്ഞ് ഫ്രണ്ടിലത്തെ കാല് ചവിട്ടും. അപ്പോൾ ഇങ്ങനെ നൃത്തം വയ്ക്കും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നത് ജ്വാലാമേഘം. അന്നേരം നമ്മൾ ക്രോസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുന്ന വ്യക്തി റൈറ്റ് കൈയിൽ കൈ ഇങ്ങനെ പതാക തിരിച്ചു പിടിക്കും. എനിക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകേണ്ടതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് കൈ പിടിക്കും. 1 2 3 1 2 3. നമ്മൾ കാറ്റ് കാണിക്കുന്നത് എങ്ങനെ? ലെഫ്റ്റ് കയ്യിൽ തൃപ്പതാക, റൈറ്റ് കയ്യിൽ പതാക. ഇങ്ങനെ കാറ്റിൽ പടർന്നു എന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ 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 അങ്ങ് ആക്കിയാൽ മതി. ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കാക്കാം, ഇങ്ങനെ വേണമെങ്കിലും ആക്കാം. കറങ്ങും നമ്മൾ പടർന്നു. ചേർത്തൊന്ന് കാണിച്ചു തരാമേ. ദേവി നീയാം. 1 2 3 സ്റ്റാർട്ട്. ദേവി നീയാം മായാശില്പം ലീലാലോലം നൃത്തം വയ്ക്കും ജ്വാലാമേഘം കാറ്റിൽ പടർന്നു. ഇനി ഇതൊന്നും കൂടെ ഉണ്ട്. ഒരു വട്ടവും കൂടെ റിപ്പീറ്റ് ചെയ്യുമ്പം കാല് 1 2 3 4 റൈറ്റ് കാലെടുത്ത് ലെഫ്റ്റ് കോർണറിലോട്ട് 1 റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? ദേവി നീയാം മായാശില്പം താത്തേതേതം മായാശില്പം
ലീലാലോലം. ലീലാലോലം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൈ, പക്ഷെ അന്നേരം വരുമ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങനെ ചെയ്തതിന് പകരം കടകാമുഖം ആളപത്മം. ലീലാലോലം നൃത്തം വയ്ക്കും. ഓക്കെ, ഇനി വീണ്ടും ജ്വാലാമേഘം എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ജ്വാലാമേഘം കാറ്റിൽ പടർന്നു. മനസ്സിലായോ? അപ്പോൾ ഈ രണ്ടുപേരെയും ഒന്ന് ചേർത്ത് ഒന്നും കൂടെ കാണിച്ചു തരാമേ. പിന്നെ ഇതും വീഡിയോ ആയിട്ട് ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണുമായിരിക്കും. നമ്മളിപ്പം ആ വീഡിയോ നോക്കിയിട്ട് അതുപോലെ ആയിരിക്കത്തില്ല, മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഒക്കെ കാണുമായിരിക്കും കേട്ടോ. എങ്കിലും ഇതിപ്പം കറക്റ്റ് താളത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ പറഞ്ഞു തന്നിരിക്കുന്നത്. അഥവാ ഏതെങ്കിലും കൈകളോ കാലുകളോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ക്ഷമിക്കണേ. 1 2 3 സ്റ്റാർട്ട്. ദേവി നീയ മായാശില്പം ലീലാലോലം നൃത്തം വയ്ക്കും ജ്വാലാമേഘം കാറ്റിൽ പടർന്നു. ദേവി നീയ മായാശില്പം ലീലാലോലം നൃത്തം വയ്ക്കും ജ്വാലാമേഘം കാറ്റിൽ പടർന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കർത്തരി മുഖം പിടിക്കും. എൻ കണ്ണിൽ താനേ മിന്നി. എനിക്ക് കറക്റ്റ് വരി അറിയത്തില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പാടുവാണേ. 1, ഒരു കൈ അകത്തോട്ട് വരുമ്പോൾ ഒരു കൈ പുറത്തോട്ട്. 1 2 3 4. എന്നിട്ട് രണ്ട് കൈയിലും തൃപ്പതാക പിടിച്ചിട്ട് ലെഫ്റ്റ് കൈ ഇങ്ങനെ പിടിക്കും, റൈറ്റ് കൈ ഇങ്ങനെ നിവർത്തി പിടിക്കും. താ തെയ് തെയ് താം ധി തെയ് തെയ് താം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാല് വരുന്നത് നേരത്തെ ഇപ്പം നമ്മൾ കളിച്ചില്ല ആ സെയിം സ്റ്റെപ്പ് തന്നെ. ഫ്രണ്ടിലോട്ട് താ തെയ് തെയ് താം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ സ്കേർട്ടിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് 1 2 3 4 ഇങ്ങനെ 1 2. കാലിങ്ങനെ നമ്മളിങ്ങനെ കാല് കുടയുന്നത് പോലെ 1 2. എന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കും. ലാസ്റ്റത്തെ രണ്ട് വിരൽ അകത്തോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ കാല്, പക്ഷെ താത്തേ തെയ്ത്താം താ തെയ് തെയ്ത്താം ധി തെയ് തെയ്ത്താം അങ്ങനെയാണ് എടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കൈ ഇങ്ങനെ പിടിക്കും. 1 2 3 സ്റ്റാർട്ട്. 1 2 3 4. അരമണ്ഡലം ഇരുന്നിട്ട് ലെഫ്റ്റ് കാല് നീട്ടുമ്പം റൈറ്റ് കൈ മുകളിൽ ലെഫ്റ്റ് കൈ താഴെ ഇങ്ങനെ. നിങ്ങൾക്ക് മുഴുമണ്ഡലം ഇരുന്നിട്ട് വേണമെങ്കിലും ചെയ്യാമേ. കാര്യം ഞങ്ങൾ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം ഇരിക്കാനായിട്ട് ആ സ്കേർട്ട് വിട്ട് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ പെയ്തിട്ട് തറയും അത്ര ഒരു ഉറപ്പിച്ച് നമുക്ക് ചവിട്ടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അരമണ്ഡലത്തിലിരുന്ന് അത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മുഴുമണ്ഡലത്തിലിരുന്ന് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ ചെയ്തതുപോലെ ഇപ്പോൾ കാണിച്ചു തരാം. 2 3 സ്റ്റാർട്ട്. ഇനി ഇങ്ങനെ അളപത്മം പിടിച്ചിട്ട് ഡോളാഹസ്തം നമ്മൾ ചാടും. 3 സ്റ്റാർട്ട്. 1 2. ഇനി 3 4 എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ അളപത്മം ഡോളാഹസ്തം. റൈറ്റ് കൈ ഇങ്ങനെ ഫ്രണ്ടിലോട്ട്, ലെഫ്റ്റ് കൈ മുകളിൽ. നമ്മൾ അങ്ങോട്ട് നോക്കും, റൈറ്റ് കോർണറിലോട്ട് നോക്കും. നേരത്തെ പോലെ കാലിങ്ങനെ 1 2 ഇങ്ങനെ. അപ്പോൾ ചടുല നടനം തുടരൂ. ഇനി കൈ ഇങ്ങനെ വരും. 1 2 3 4 5 6 7 8. നമ്മൾ നേരത്തെ എടുത്ത അതേ സ്റ്റെപ്പാണ്. 2 3 സ്റ്റാർട്ട്. താ തെയ് തെയ് താം ധി തെയ് തെയ് താം. ഇനി അടുത്തത് കൈ വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകണം. അപ്പോൾ എൻ്റെ റൈറ്റ് കൈ ആണേ. 1 2 3. 3 എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് കൈ നീട്ടും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ലെഫ്റ്റ് കൈ എടുക്കും. 1 2 റൈറ്റ് കൈ നീട്ടും. കൈ എങ്ങനെ, കാലെങ്ങനെ വരും? 3 സ്റ്റാർട്ട്. 1 2 3. കാല് നീട്ടും ഇങ്ങനെ. അത് ഇങ്ങനെ വേണമെങ്കിലും പിടിക്കാം, ഇങ്ങനെ കോർണറിലോട്ട് വേണമെങ്കിലും പിടിക്കാം. നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബാലൻസ് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ എങ്ങനെയാണോ ഒരുവിധം രണ്ട് കൂട്ടർക്കും ഒരേപോലെ നിൽക്കാൻ പറ്റുന്നത് ആ ഒരു സൈഡ് ഫോക്കസ് ചെയ്ത് അങ്ങനെ അങ്ങ് നിന്നാൽ മതി കേട്ടോ. അപ്പോൾ എൻ കണ്ണിൽ തൊട്ട് ഒന്ന് ചേർത്ത് കാണിച്ചു തരാമേ. 1 2 3 സ്റ്റാർട്ട്. എൻ കണ്ണിൽ താനേ മിൻ ഇനി വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത മനസ്സിൽ മിഥുനമഴ സെയിം സ്റ്റെപ്പ്, ഒരു മാറ്റവും ഇല്ല. 2 3 സ്റ്റാർട്ട്. മനസ്സിൽ മിഥുനമഴ പൊഴിയും അഴകിലൊരു മയിലിനലസലാസ്യം, ഹരിതവനിയിലൊരു ഹരിണ യുവതിയുടെ പ്രണയഭരിത ഭാവം. ലാസ്റ്റ് ചെയ്തതുപോലെ കറങ്ങണം. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ?
അടുത്തത് വീണ്ടും ഒരു മ്യൂസിക്കിൻ്റെ പോർഷനാണ്. അതൊരു ചെറിയ ക്ലാസിക്കൽ ടച്ച് വരുന്നതാണ്. ഞാൻ ആദ്യം സ്റ്റെപ്സ് കാണിച്ചു തരാം, അത് കഴിഞ്ഞ് അതിൻ്റെ ടൈമിങ് പറഞ്ഞുതരാം, എന്നിട്ട് അത് മ്യൂസിക്കിനോട് ചേർന്ന് എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ആദ്യം നമ്മൾ കടകാമുഖം പിടിക്കും. കൈ വരുന്നത് കടകാമുഖം, അളപത്മം. കൈ ഇങ്ങനെ നീട്ടും. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മുഴുമണ്ഡലത്തിലിരുന്നിട്ട് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞങ്ങൾക്ക് അവിടുത്തെ ഒരു സ്ഥല പരിമിതി എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ അവിടെ തറയിൽ ചവിട്ടാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ ഫുള്ളായിട്ട് മുഴുമണ്ഡലം ഇരുന്നിട്ടില്ല, ഞങ്ങൾ അരമണ്ഡലത്തിൽ ഇരുന്നിട്ടാട്ടോ ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു തരാം. 1 2 2 എന്ന് പറയുമ്പോൾ സമത്തിൽ വരും. 2 3 സ്റ്റാർട്ട്. 1 2 എന്നിട്ട് 3 3 എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ കുതിക്കും. 3 കൈ അളപത്മം കടകാമുഖം, നോട്ട മുകളിൽ പോയിട്ട് നേരെ വരും. 3 ഇനി റൈറ്റ് കാല് മാത്രം പൊക്കി ചവിട്ടും, ലെഫ്റ്റ് കാല് മാത്രം ചവിട്ടും. അപ്പോൾ റൈറ്റ് കാല് മാത്രം ചവിട്ടുന്ന സമയത്ത് റൈറ്റ് കൈ മാത്രം പതാക്ക, അതിങ്ങനെ ലെഫ്റ്റ് കൈ പതാക്ക. ഇനി സമത്തിൽ നിന്നിട്ട് 1 2 കാലിങ്ങനെ പൊക്കിയിട്ട് 2 എന്ന് പറയുമ്പോൾ ഇങ്ങനെ ടാപ്പ് ചെയ്യും. കാല് പൊങ്ങുന്ന സമയത്ത് കൈ രണ്ടും ഇങ്ങനെ പൊങ്ങും. നമ്മുടെ നോട്ടം മുകളിലോട്ട്, താഴോട്ട് വരുമ്പം ഇങ്ങനെ സ്ട്രെയിറ്റ് നാട്യാരംഭമാകും കേട്ടോ. അപ്പോൾ നാട്യാരംഭത്തിലോട്ട് വരുമ്പം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും നോക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാവേ. 1 2 3 4 5 ടച്ച് ജംപ്. ഓക്കെ, ഇനി നമ്മൾ കാലിങ്ങനെ ബാക്ക് ചെയ്യുന്ന 1 2 3 4. ഓക്കെ, എങ്ങനെ 1 2 3 4. കാല് റൈറ്റ് കാല് ബാക്കിൽ കുത്തും, എന്നിട്ട് നേരെ ചവിട്ടും, ലെഫ്റ്റ് കാല് ബാക്കിൽ കുത്തും, നേരെ ചവിട്ടും. അപ്പോൾ കൈ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് 1 2 3 4 അത്രേ ഉള്ളൂ. ഓവറായിട്ട് ബോഡി ഷേക്ക് ചെയ്യാത്തില്ല. 1 2 3 4. ഇനി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ധി തി തേയ് ധി തി തേയ്, ഒരു സൈഡിലോട്ട് 2 വട്ടം. അപ്പോൾ ഇങ്ങനെ കൈ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ച് ധി തി തേയ് ധി തി തേയ്. അവിടെ ഓവറായിട്ട് ഷേക്ക് ചെയ്യത്തില്ല, നമ്മൾ അലാരിപ്പിനൊക്കെ ചെയ്യുന്നത് പോലെ ചെറുതായിട്ട്. 2 3 സ്റ്റാർട്ട്. ധി തി തേയ് ധി തി തേയ്. അപ്പോൾ ഇതൊന്ന് ചേർത്തൊന്നും കൂടെ. 1 2 3 സ്റ്റാർട്ട്. ടിങ് 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 ടു 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 ടിങ്. എനിക്കത് കറക്റ്റ് ട്യൂണേ പാടാനായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അതുകൊണ്ടാട്ടോ ഞാൻ ഇപ്പം കളിച്ചതാണ് കറക്റ്റ് താളം വരുന്നത്. ഇനി 2 കൈയിലും കടകാമുഖം പിടിച്ചിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് അരമണ്ഡലത്തിലിരിക്കും. എന്നിട്ട് ലെഫ്റ്റ് കാല് നീട്ടും. ലെഫ്റ്റ് കാല് നീട്ടുന്ന സമയത്ത് നമ്മുടെ ഈ റൈറ്റ് കൈ റൈറ്റ് സൈഡിലോട്ട് പോകും, ലെഫ്റ്റ് കൈയിൽ അളപത്മം അതിൻ്റെ പുറത്തോട്ട്. നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് ആ കൈയിലോട്ട് നോക്കും. എന്നിട്ട് അരമണ്ഡലം ഇരുന്ന്, അരമണ്ഡലം എന്ന് പറയുമ്പോഴത്തേക്കും ഈ നീട്ടി വെച്ചിരിക്കുന്ന കാലെടുത്ത് ഇങ്ങനെ ചവിട്ടും. അരമണ്ഡലത്തിലിരുന്ന് നിങ്ങളുടെ റൈറ്റ് കാല് പൊക്കും, റൈറ്റ് കോർണറിലോട്ട് ഇങ്ങനെ. ഓക്കെ, കൈ എങ്ങനെ വരും? അളപത്മം ഇങ്ങനെ വന്നിട്ട് കടകാമുഖം. അപ്പോൾ എങ്ങനെ ചെയ്യും? 2 3 സ്റ്റാർട്ട്. 1 2 3 4. ഇപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുമല്ലേ, ഈ പൊക്കി വെച്ചിരിക്കുന്ന നിങ്ങളുടെ റൈറ്റ് കാല് 1 2 റൈറ്റ് കാല് നീട്ടിയിട്ട് ബാക്കിലെടുത്ത് വയ്ക്കും. എന്നിട്ട് ഈ കാല് കറക്കി ഫ്രണ്ടിലോട്ട്. ഇനി വീണ്ടും കാല് നീട്ടും, ബാക്കിൽ കുത്തും, കാല് കറക്കി ഫ്രണ്ടിലോട്ട്. അവിടെ തന്നെ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൈ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെങ്ങനെ നിൽക്കുന്നത്? ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ നിന്നിട്ട് ഈ കൈ അവിടെ തന്നെ ഇരിക്കും. ഈ കൈ ഡോളാഹസ്തം മാറി അളപത്മം ഇങ്ങനെ തിരിച്ച് പിടിക്കണം. ഇങ്ങനെയല്ല, ഇങ്ങനെ പിടിച്ചിട്ട് 1 കാല് ബാക്കിൽ കുത്തുമ്പോൾ ഈ കൈ ബാക്കിലോട്ട് പോകും. അപ്പോൾ റൈറ്റ് കൈയിൽ കടകാമുഖമാവും, ലെഫ്റ്റ് കൈയിൽ അളപത്മമാവും. 3 4 എന്ന് പറയുമ്പോൾ ഈ അളപത്മം കടകാമുഖം മുകളിൽ വരും കൈ. എങ്ങനെ? 1 2 3 4. വീണ്ടും 5 6 7 8. മനസ്സിലായോ? ഇനി അടുത്തത് നമ്മൾ തത്തൈദാഹ. തത്തൈദാഹയുടെ ഒരു കൈ വെച്ചിട്ട് ഇത്ര മാത്രം. തത്തൈദാഹയുടെ കാല് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ. 1 അതായത് റൈറ്റ് ലെഫ്റ്റ്, എന്നിട്ട് ഇങ്ങനെ ഒന്ന് കുതിച്ചതിന് ശേഷം റൈറ്റ് കാല് പൊക്കിച്ചവിട്ടും. ഇനി ലെഫ്റ്റ് റൈറ്റ് കുതിച്ചതിന് ശേഷം ലെഫ്റ്റ് കാല് മാത്രം പൊക്കിച്ചവിട്ടും. കൈ വരുന്നത് ഇങ്ങനെ തൃപ്പതാക പിടിക്കും. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഒരു ഡാൻസിന് വേണ്ടിയിട്ട് ഒരു കൈ വെച്ച് മാത്രമാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ നീട്ടുമ്പം ഫസ്റ്റ് ചവിട്ടിന് കൈ ഇവിടുന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. കൈ തിരിച്ച് പിടിക്കും തൃപ്പതാക. 1 2 എന്ന് പറയുമ്പോൾ നേരെ 3 4. എന്നിട്ട് ലെഫ്റ്റ് കൈയിൽ ധിത്തിത്തൈ ധിത്തിത്തൈ. എന്നിട്ട് ആ ലെഫ്റ്റ് കൈ വെച്ചിട്ട് 1 2 3 4. ഇനി റൈറ്റ് കൈ വെച്ച് ധിത്തിത്തൈ ധിത്തിത്തൈ. അതായത് റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് കൈയിലായിരിക്കും ധിത്തിത്തൈ വെച്ചിട്ട് നമ്മൾ കറങ്ങുന്നത്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 ധിത്തിത്തൈ ധിത്തിത്തൈ. 1 2 3 4 ധിത്തിത്തൈ ധിത്തിത്തൈ. അത് കഴിഞ്ഞ് ഇനി നമ്മൾ തെയ്ഹാ തെഹി, നമ്മൾ കുതിത്തമെട്ട് അടവിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. തെയ്ഹാ തെഹിയുടെ കാല് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. തെയ് ഹ തെയ് ഹി.
ഇതാണ് കാല് വരുന്നത്. നമുക്കിവിടെ യൂസ് ചെയ്യുന്ന കൈ എന്ന് വെച്ചാൽ ലെഫ്റ്റ് കൈയിൽ കടകാമുഖം ഇങ്ങനെ പിടിക്കും. റൈറ്റ് കൈ അളപത്മം കടകാമുഖം അളപത്മം കടകാമുഖം. തേഹ തേഹി തേഹ തേഹി ഇങ്ങനെ വരും. മനസ്സിലായോ? അപ്പോൾ അത് ഇത്രയും സ്റ്റെപ്സ് മനസ്സിലായില്ലേ? ഇത് ഞാൻ ചേർത്ത് അടുത്ത സ്റ്റെപ്സ് ഒരു 2 എണ്ണം കൂടെ പറഞ്ഞു തന്നതിന് ശേഷം ചേർത്ത് കാണിച്ചു തരാം കേട്ടോ. ഇനി അടുത്തത് വരുന്നത് കാല് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്, എന്നിട്ട് ആ റൈറ്റ് കാല് തന്നെ ഒന്നും കൂടെ ചവിട്ടി ലെഫ്റ്റ് കാല് പൊക്കും. ഇനി ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. കൈ പതാകയാണ് വരുന്നത്. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8 വേണമെങ്കിൽ ചവിട്ടാം, സമയം കിട്ടുന്നത് പോലെ കേട്ടോ. ഇതെല്ലാം സ്പീഡിലാണ് വരുന്നത്. ഇനി 2 കൈയിലും കടകാമുഖം പിടിക്കുക. ഇത് ശരിക്കും ഒരു കുച്ചിപ്പിടി സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകും എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ മാക്സിമം പറഞ്ഞു തരാം കേട്ടോ, മനസ്സിലാവുന്ന രീതിക്ക്. കൈ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഇപ്പം ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഒരു രീതിക്കല്ല. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിലോട്ട് താ തേ താം കളിക്കും. താ തേയ് തേയ് താം ധി തേയ് തേയ് താം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളുടെ ലെഫ്റ്റ് കൈ ആയിരിക്കും നീട്ടുന്നത്, നേരെയല്ല, ജസ്റ്റ് ഇങ്ങനെ താഴോട്ട്. അപ്പോൾ നമ്മളിങ്ങനെ താ തേയ് തേയ് താം റൈറ്റിലോട്ട് വളയും. താ തേയ് തേയ് താം. ഇനി ഈ കൈ ഇവിടുന്ന് നേരെ ഇങ്ങനെ ഇവിടെ വരും. ഇവിടെ ഇരുന്ന കൈ കറക്കി ഇങ്ങനെ വരും. അപ്പോൾ എങ്ങനെ വരും? താ തേയ് തേയ് താം ധി തേയ് തേയ് താം. മനസ്സിലായോ? ആദ്യം ലെഫ്റ്റ് കൈ നീട്ടും, എന്നിട്ട് ആ ലെഫ്റ്റ് കൈ ഇവിടെ വരുന്ന സമയത്ത് റൈറ്റ് കൈ കറക്കിയെടുത്ത് ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മുടെ ബോഡി ലെഫ്റ്റിലോട്ടായിരിക്കും തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മ്യൂസിക്കിൻ്റെ പോർഷൻ മൊത്തത്തിലൊന്ന് ചേർത്ത് ചെയ്യാമേ. 2 3 സ്റ്റാർട്ട്. 1 2 3 4 5 ത ജം 1 2 ധി തി തേയ് ധി തി തേയ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നത് 1 2 3 4 1 2 3 4 5 6 7 8 തത്തേരഹ തത്തേ താഹ ധിതി തേ ധിതി തേ ധിത്തേ താഹ ധിതി തേ ധിതി തേ തേഹ തേഹി തേഹ തേഹി. 1 2 3 4 5 6 7 8 താ തേ തേ താം ധി തേ തേ താം. ഓക്കെ, ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇപ്പം ഞാൻ ചൊല്ലു വെച്ചാൽ പറഞ്ഞതെങ്കിലും നിങ്ങൾക്ക് നമ്മൾ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ നമ്മൾ ഇത് കണക്ക് ഇപ്പോൾ ഇത് ഇത്തിരി അയ്യോ ഇത് ഇച്ചിരി പാടായിട്ട് എനിക്ക് തോന്നുന്നല്ലോ അങ്ങനെ തോന്നുവാണെങ്കിൽ ഇത്രയും സ്റ്റെപ്സ് ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു പോർഷൻ നമ്മൾ ഷോർട്സിൽ ഏത് പാർട്ടാണോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് പാട്ടിട്ട് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിച്ച് പോകാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ ഒരു ഫുൾ സോങ് ആയിട്ട് നിങ്ങൾ കാണുമ്പം നിങ്ങളത് ഒറ്റയടിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കളിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഇത് ഓരോ പാർട്ടായിട്ടാകുമ്പം നമ്മൾ പഠിക്കുന്നതനുസരിച്ച് നമുക്ക് പോയി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എനിക്ക് ശിവതൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം നമുക്ക് വരുന്ന ഫീഡ്ബാക്ക് വെച്ചിട്ടാണെങ്കിലും ശരി, അതല്ല ഇപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ഞാൻ എൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു വട്ടം ഇരുന്നൊന്ന് കാണാറുണ്ട്. അപ്പോൾ എനിക്കും തോന്നിയാ ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഇപ്പം പെട്ടെന്നൊന്ന് പഠിച്ച് എവിടെയെങ്കിലും പോയി കളിക്കണം എന്ന് വിചാരിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ കുറേ പേര് എനിക്ക് കമൻസിലൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ഇന്ന ദിവസം പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് ശരിക്കും. അവരത്രയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മളിടുന്ന വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോഴത്തേക്കും. അപ്പോൾ അതുപോലെ പ്രാക്ടീസ് ചെയ്ത് കഷ്ടപ്പെട്ട് സ്റ്റേജിൽ കയറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു രീതി, അതായത് പഠിക്കുന്ന അനുസരിച്ച് ആ ഒരു ഷോർട്സിൽ പോയിട്ട് ആ പാർട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു രീതി തന്നെ ആയിരിക്കും ഹെൽപ്ഫുൾ. എന്നിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റെപ്സ് പറ്റുമോ ആ ഒരു പോർഷനിലൊക്കെ എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ പാർവതീസ് ഡാൻസ് സ്റ്റുഡിയോ എന്ന് പറയുന്ന പേജ് ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് നിങ്ങൾ വോയിസ് മെസ്സേജ് അയച്ചാലോ നിങ്ങൾക്ക് ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മനസ്സിലായല്ലോ. ഇനി ലാസ്റ്റ് ഒരു പോർഷനും കൂടെ ഉള്ളൂ, പാട്ടിൻ്റെ ഒരു പോർഷൻ. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെയും മനസ്സിൽ മിഥുനം മഴ വരും, തീരും, പാട്ട് തീരും. അപ്പോൾ നമുക്ക് ആ ലാസ്റ്റ് പോർഷനിലോട്ട് പോയാലോ. ആ ലാസ്റ്റ് പോർഷന് മുമ്പ് നമ്മുടെ ട്യൂൺ ഉണ്ടല്ലോ, സെയിം സ്റ്റെപ്പ് തന്നെ നേരത്തെ കളിച്ചതുപോലെ ഒന്നും കൂടെ കളിക്കണം. 2 3 സ്റ്റാർട്ട്. ഓക്കെ, ഇപ്പോൾ ഈ തറയിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കറങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണെങ്കിൽ പോലും കറങ്ങുമ്പോൾ അപ്പോൾ അത് അനുസരിച്ച് ഇപ്പോൾ ചെളിയുള്ള തറയിലാണെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ തറയിലാണെങ്കിലോ ഇതിങ്ങനെ ഒരു ഇച്ചിരി ഗ്രിപ്പുള്ള ടൈപ്പ് ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കറങ്ങുമ്പോൾ കാല് വേദനിക്കുമ്പോൾ നമുക്കൊരു ഇടയ്ക്ക് ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് ഇട്ട് കണക്ക് നിൽക്കും നമ്മൾ.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് സ്റ്റേജിൽ മറ്റുള്ളവരെ അറിയിക്കാത്ത രീതിക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ആ ഒരു രീതിക്ക് കറങ്ങുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് ചെയ്തോണം കേട്ടോ. അപ്പോൾ ശരി, ഇനി ലാസ്റ്റ് പോർഷൻ്റെ കൈ ആദ്യം ഞാൻ പറഞ്ഞു തരാം. കൈ ഇങ്ങനെ നീലാകാശ താരാജാലം, പതാക ഇങ്ങനെ പിടിച്ചിട്ട് ഷോൾഡറിൽ ഇങ്ങനെ വയ്ക്കും, താരാജാലം. എന്നിട്ട് കൈ ഇങ്ങനെ ചൂടാരത്നം ചാർത്തി നിന്നെ, കൈ ഇങ്ങനെ പതാക പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ ചെവിയുടെ അടുത്ത് എത്തുമ്പോൾ തിരിഞ്ഞ് അളപത്മം താഴേക്ക് വരും. എന്നിട്ട് ഇങ്ങനെ ഓക്കെ. എന്നിട്ട് സന്ധ്യാരാഗം പൊന്നിൽ പൊതിഞ്ഞു, ഇങ്ങനെ പതാക ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് 1 2 മുഷ്ടി പിടിച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞു. ഒന്നും കൂടെ ഞാൻ കൈ ചേർത്ത് കാണിച്ചു തരാം. നീലാകാശ താരാജാലം ചൂടാരത്നം ചാർത്തി നിന്നെ, സന്ധ്യാരാഗം പൊന്നിൽ പൊതിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ലെഫ്റ്റ് കാല് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് വയ്ക്കും. ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ബാക്കിലോട്ട് തിരിയുകയാണ് ചെയ്യുന്നത്. 3 സ്റ്റാർട്ട്. നീലാകാശ. ഇനി താരാജാലം ബാക്കിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റെപ്പ് വരുന്നത് 1 2 3 4. നമ്മൾ ഈ ഡാൻസിൽ തന്നെ ഈ സ്റ്റെപ്പ് നേരത്തെയും ചെയ്തതാണ്. എങ്ങനെ? താരാജാലം. ഓക്കെ. അപ്പോൾ എങ്ങനെ ചെയ്യും? നീലാകാശ താരാജാലം. ഇനി നമ്മളിപ്പോൾ ബാക്കിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്നു. നമ്മുടെ റൈറ്റ് സൈഡിൽ കൂടെ തിരിഞ്ഞ് ഫ്രണ്ടിലോട്ട് വരും. സ്റ്റെപ്പ് വരുന്നത് താ തേയ് തേയ് താം ധി തേയ് തേയ് താം, താ തേയ് തേയ് താം ധി തേയ് തേയ് താം. ഇതാദ്യം ബാക്കിലത്തെ റൈറ്റ് കോർണറിലോട്ട്, പിന്നെ ലെഫ്റ്റിലത്തെ കോർണറിലോട്ട് ഇങ്ങനെ ചൂടാരത്നം ചാർത്തി നിന്നെ. അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് റൈറ്റ് കോർണറിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് കോർണർ, ഫ്രണ്ടിലത്തെ ലെഫ്റ്റ് കോർണറിലോട്ടായിരിക്കും കേട്ടോ നോക്കുന്നത്. ചൂടാരത്നം ചാർത്തി നിന്നെ. ഇനി സന്ധ്യാരാഗം സൈഡിലോട്ട് താത്തേതേതാം, സന്ധ്യാരാഗം പൊന്നിൽ പൊതിഞ്ഞു. ഓക്കെ. ബാക്കിലോട്ട് അങ്ങനെ കറങ്ങാൻ ഇപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ ആയാലും മതി, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പം ഞാൻ കറങ്ങി ചെയ്യുവാണേ. സന്ധ്യാരാഗം പൊന്നിൽ പൊതിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നീലാകാശ, നമ്മൾ ഇതിന് തൊട്ട് മുന്നിലത്തെ പാരഗ്രാഫിൽ ചെയ്തിട്ടുള്ളതാണേ. 1 2 3 4 താ തേയ് തേയ് താം. ലെഫ്റ്റ് വരുമ്പോൾ 1 2 3 4 ധി തേയ് തേയ് താം. അങ്ങനെ ലെഫ്റ്റ് വരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കളിച്ച് വരുമ്പോൾ അറിയാമേ വരുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എങ്ങനെ? നീലാകാശം 2 3 സ്റ്റാർട്ട്. നീലാകാശ ഇങ്ങനെ താരാജാലം. താരാജാലവും നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത് വീഡിയോയിൽ. നിങ്ങൾക്കിപ്പോൾ ഫ്രണ്ടിലോട്ട് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, രണ്ടാണെങ്കിലും തെറ്റില്ല, കറക്റ്റ് താളം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യും? 2 3 സ്റ്റാർട്ട്. നീലാകാശ താരാജാലം ചൂടാരക്കണം നമ്മൾ ഇങ്ങനെയല്ലേ നേരത്തെ ചെയ്തത്. ഇത് ഫ്രണ്ടിലോട്ട് താ തേയ് തേയ് താം ധി തേയ് തേയ് താം. ഓരോ കൈയായിട്ടല്ല, 2 കൈയും കൂടെ ചേർത്തെടുക്കും. ചൂടാരത്നം ചാർത്തി നിന്നെ. എന്നിട്ട് വീണ്ടും സന്ധ്യാരാഗം എന്ന് പറയുമ്പോഴത്തേക്കും താ തേയ് തേയ് താം തന്നെ അല്ലേ. 2 3 4 സന്ധ്യാരാഗം പൊന്നിൽ പൊതിഞ്ഞു. നേരത്തെ ചെയ്തതുപോലെ തന്നെ കേട്ടോ. എനിക്ക് തോന്നുന്നത് ആദ്യം ഫ്രണ്ടിലോട്ടായിരുന്നു ഫസ്റ്റ് വരിക്ക് സന്ധ്യാരാഗം പൊന്നിൽ, അങ്ങനെ ആയിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്താലും സൈഡിലോട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, സെയിം താളം തന്നെ വരുന്നത്. എനിക്കിപ്പോൾ എങ്ങനെയാണ് പാട്ടിട്ട് ചെയ്തപ്പോൾ ചെയ്തതെന്ന് അത്ര ഒരു ഓർമ്മ കിട്ടുന്നില്ല, അതുകൊണ്ട് കേട്ടോ. ഫ്രണ്ടിലോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ പോകാം, അതല്ലെങ്കിൽ സൈഡിലോട്ടാണെങ്കിലും ചെയ്യാം. രണ്ടാണെങ്കിലും തെറ്റല്ല, രണ്ടും സെയിം താളം തന്നെ വരുന്നത്. ഇനി അടുത്തത് വരുന്നത് വൈശാഖ. സൂചി മുദ്ര പിടിക്കും, ലെഫ്റ്റ് കൈ ഇങ്ങനെ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ ചന്ദ്രകല. ഓക്കെ. അപ്പോൾ എങ്ങനെ? 1 2 3 4 5 6 7 8. ഈ സ്റ്റെപ്പ് നമ്മൾ നേരത്തെ ചെയ്ത. ഇനി ഇങ്ങനെ പുഷ്പകൂടം പിടിച്ച് വിളക്ക് കാണിക്കും. ദീപാഞ്ജലി താ തേയ് തേയ് താം താ തേയ് തേയ് താം ധി തേയ് തേയ് താം. ഇത് കൈ ഇങ്ങനെ പൊക്കി എടുത്തില്ലെങ്കിൽ താ തേയ് തേയ് താം ധി തേയ് തേയ് താം ഇങ്ങനെ എടുത്താലും കറക്റ്റാണ്. ഓക്കെ. അപ്പോൾ എങ്ങനെ? എന്നിട്ട് 2 കോർണറിലോട്ട് പോകും. ആ സൈഡിൽ നിൽക്കുന്നവർ ലെഫ്റ്റിലോട്ട് പോകും, ഈ സൈഡിൽ നിൽക്കുന്നവർ റൈറ്റിലോട്ട് പോകും. കൈ വരുന്നത് തജ്ജം തജ്ജം. എങ്ങനെ? ഞാൻ റൈറ്റ് സൈഡിലോട്ട് പോകുന്നത് കൊണ്ട് റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാല് ബാക്കിൽ വയ്ക്കും. റൈറ്റ് കൈ അളപത്മം നീട്ടി ആ സെയിം റൈറ്റ് കൈ തന്നെ മുകളിൽ കടകാമുഖം പിടിക്കും.
ലെഫ്റ്റിലോട്ട് പോകുന്നവർ ലെഫ്റ്റ് കാല് ഫ്രണ്ടിൽ, റൈറ്റ് കാല് ബാക്കിൽ. നീട്ടുന്നത് ലെഫ്റ്റ് കൈ ആയിരിക്കും. 2 3 സ്റ്റാർട്ട്. തജ്ജം തജ്ജം. ഇനി ഞങ്ങൾ കറങ്ങാൻ പോവുകയാണേ. എനിക്ക് ലെഫ്റ്റിലോട്ട് പോകേണ്ടതുകൊണ്ട് ലെഫ്റ്റ് കൈ നീട്ടും, റൈറ്റിലോട്ട് വരേണ്ടതുകൊണ്ട് റൈറ്റ് കൈ നീട്ടും. 2 3 സ്റ്റാർട്ട്. ധിത്തിത്തൈ ധിത്തിത്തൈ. ഓക്കെ, അപ്പോൾ എങ്ങനെയാ ചേർത്തൊന്ന് ചെയ്തേ. 1 2 3 സ്റ്റാർട്ട്. എന്നിട്ട് 1 2 3 4 കാല് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. കൈ വരുന്നത് അളപത്മം ഡോളാഹസ്തം. സ്പീഡിലാ. 3 സ്റ്റാർട്ട്. 1 2 3 4. എന്നിട്ട് അരമണ്ഡലത്തിൽ ഇരുന്നിട്ട് റൈറ്റ് കാലിങ്ങനെ പൊക്കും. അപ്പോൾ കൈ ഇങ്ങനെ വരും. മനസ്സിലായോ? സ്റ്റെപ്പ് മനസ്സിലായോ നിങ്ങൾക്ക്? ഇതെങ്ങനെയാണെന്നുള്ളത് പാട്ട് പാടി ഞാൻ ചേർത്ത് കളിച്ച് കാണിച്ചു തരാം. സ്റ്റെപ്സ് ആദ്യം പഠിക്കുക, എന്നിട്ട് അതൊന്ന് ഓർഡർ ആക്കുക, എന്നിട്ട് സ്പീഡ് കൂട്ടിയെടുക്കുക, എന്നിട്ട് പാട്ടിട്ട് കളിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ ഈ പാട്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുള്ള പാട്ടാണ്. അപ്പോൾ അതിൻ്റെ ട്യൂണൊക്കെ നമുക്കിനി പ്രത്യേകിച്ച് പോയിരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ സ്ലോയിൽ ആദ്യം കറക്റ്റ് ഓർഡറിൽ സ്റ്റെപ്പ് മനസ്സിലാക്കി എടുത്തതിന് ശേഷം സ്പീഡ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അത് വലിയ ബുദ്ധിമുട്ടൊന്നും ആയിരിക്കത്തില്ല. ഒന്ന് ഇത്തിരി മെനക്കെട്ടാൽ മതി. പറ്റും, എല്ലാവരെ കൊണ്ടും പറ്റും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് സ്റ്റെപ്സ് ഇട്ടിരിക്കുന്നത്. അടുത്തത് നമ്മളുടെ നാട്ടടവില്ലേ, നാട്ടടവിൻ്റെ നമ്മൾ 7ാമത്തെ സ്റ്റെപ്പ്. അത് ഒരു കൈ കൊണ്ട് നമ്മൾ കളിക്കാൻ പോവുക. എങ്ങനെ വരും? തെയ്യും ത ത. ഇത്രയും മാത്രം കളിച്ചാൽ മതിയേ. എങ്ങനെ? അളപത്മം നീട്ടും, എന്നിട്ട് ഇങ്ങോട്ട്. അതൊന്നെങ്കിൽ ഒരേ സെയിം സൈഡ് തന്നെ ചെയ്യാം, അതല്ലെങ്കിൽ റൈറ്റും ലെഫ്റ്റും ആയിട്ടും ചെയ്യാം കേട്ടോ. ഇപ്പം ഞങ്ങൾ റൈറ്റും ലെഫ്റ്റും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 3 സ്റ്റാർട്ട്. തെയ്യും ത ത. ഇനി തജ്ജം തജ്ജം. ക്രോസ് ചെയ്യും. എനിക്ക് റൈറ്റിലോട്ട് പോകേണ്ടതുകൊണ്ട് റൈറ്റ് കാല് ഫ്രണ്ടിൽ, ലെഫ്റ്റ് കാല് ബാക്കിൽ, റൈറ്റ് കൈ നീട്ടും. അളപത്മം കടകാമുഖം. തജ്ജം തജ്ജം. കളിച്ചേ. അല്ല, തജ്ജം തജ്ജം. യെസ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാ? വൈശാഖ. 2 3 സ്റ്റാർട്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഈ കൈ കാണിച്ച അതിൻ്റെ സെയിം കാല് കൈ വരുന്ന അളപത്മം ഡോളാഹസ്തം അളപത്മം ഡോളാഹസ്തം. ഇതും റൈറ്റ് കൈ എടുക്കുമ്പോൾ ലെഫ്റ്റ് കോർണറിലോട്ട് നോക്കും, ലെഫ്റ്റ് എടുക്കുമ്പോൾ റൈറ്റ് കോർണറിലോട്ട് നോക്കും. ഇനി നമ്മൾ ബാക്കിലോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ വരും. താ തെയ് തെയ്ത്താം ധിത്തൈ തെയ്ത്താം. താ തെയ് തെയ്ത്താം ധിത്തൈ തെയ്ത്താം. കൈ എങ്ങനെ വരും? 2 3 സ്റ്റാർട്ട്. താ തെയ് തെയ്ത്താം ധിത്തൈ തെയ്ത്താം. ഓക്കെ, എന്നിട്ട് വീണ്ടും ഞങ്ങൾ ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ധിത്തിത്തൈ ധിത്തിത്തൈ. ഭരതനാട്യം പോലെ ഇങ്ങനെ എടുക്കണ്ട. ധിത്തിത്തൈ ധിത്തിത്തൈ. ഇനി ആ ധിത്തിത്തൈ എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ 1 2 3 1 2 3 ആ മനസ്സിലൊരു താളം പറഞ്ഞിട്ട് അങ്ങ് കറങ്ങിയാലും മതി കേട്ടോ. അപ്പോൾ ധിത്തിത്തൈ വരുമ്പോൾ കൈ എങ്ങനെ വരുമെന്ന് വെച്ചാൽ ധിത്തിത്തൈ ധിത്തിത്തൈ കറക്കി ഇങ്ങനെ അങ്ങ് വരും. എങ്ങനെ വരും? ഈ താത്തേ തേത്താം തൊട്ട് 3 സ്റ്റാർട്ട്. ഓക്കെ, ഇത് ഞങ്ങളൊന്ന് ചേർത്ത് കളിച്ച് കാണിച്ചു തരാമേ. നീലാകാശ അവിടെ തൊട്ട്. കാര്യം നിങ്ങൾക്കിപ്പോൾ സ്റ്റെപ്സ് മാത്രമേ അറിയൂ, ഒരു ഓർഡർ കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് ഒന്നും കൂടെ കാണിച്ചു തരാമേ. 2 3 സ്റ്റാർട്ട്. നീലാകാശ താരാജാലം ചൂടാരത്നം ചാർത്തി നിന്നെ സന്ധ്യാരാഗം പൊന്നിൽ പൊതിഞ്ഞു. നീലാകാശ താരാജാലം ചൂടാരത്നം ഇങ്ങനെ. ചൂടാരത്നം ചാർത്തി നിന്നെ സന്ധ്യാരാഗം പൊന്നിൽ പൊതിഞ്ഞു. വൈശാഖ ഇത്. എന്നിട്ട് ബാക്കിലോട്ട് തിരിഞ്ഞിട്ട് വീണ്ടും മനസ്സിൽ മിഥുനമഴ. നമ്മൾ ആദ്യം ചെയ്തതുപോലെ മനസ്സിൽ മിഥുനമഴ പൊഴിയുമഴകിലൊരു മയിലിനലസലാസ്യം. ഹരിതവനിയിലൊരു ഹരിണയുവതിയുടെ പ്രണയഭരിത ഭാവം. സ്വരകരുകയിലൂടെ ശ്രുതിലയ സുഖമോടെ ഗന്ധർവ സംഗീതം മംഗളരാഗമുതിർന്നുണരുന്നു. രാധേ നിൻ ശ്രീപാദം ചഞ്ചലമാകുന്നു ജഗന്നത്തക. വീണ്ടും മനസ്സിൽ മിഥുനമഴ പൊഴിയുമഴകിലൊരു മയിലിനലസലാസ്യം.
ഹരിതവനിയിലൊരു ഹരിണ യുവതിയുടെ പ്രണയഭരിത ഭാവം. ഇനി ലാസ്റ്റ് ഒരു ചെറിയ മ്യൂസിക്കിൻ്റെ പോർഷനുണ്ട്. അതിന് നമ്മൾ 1 2 ആദ്യം റൈറ്റ് കാല് ലെഫ്റ്റ് ചവിട്ടി റൈറ്റ് നീട്ടും, തിരിച്ച് റൈറ്റ് ചവിട്ടി ലെഫ്റ്റ് നീട്ടും. 1 2 3 4 എന്ന് പറയുമ്പോഴത്തേക്കും 1 2 എന്നിട്ട് ഫ്രണ്ടിലോട്ട് ഒരു സ്റ്റെപ്പ് കയറി നിന്നിട്ട് 1 2 3 4 ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം. 1 2 3 4 ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം. അളപത്മം കടകാമുഖം വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ 1 2 3 4 നമ്മൾ ആദ്യം എടുത്തതുപോലെ വേണമെങ്കിലും എടുക്കാം. രണ്ടാണെങ്കിലും കറക്റ്റ് ആട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് 2 3 സ്റ്റാർട്ട്. 1 2 1 2 3 4. ഇനി വീണ്ടും 1 2 എന്നിട്ട് കറങ്ങും. കറങ്ങി വന്ന് കൃഷ്ണനും രാധയായിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്റ്റിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും നിൽക്കാം കേട്ടോ. ഇതിപ്പോൾ ഇത്രയും ഒരു നീളത്തിലുള്ളൊരു പാട്ട് ഞങ്ങൾ ഒറ്റയടിക്ക് ട്യൂട്ടോറിയൽ ചെയ്യുമ്പോഴത്തേക്കേ പാടി ഡാൻസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇന്നിപ്പം ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് വേറെയും കുറച്ച് ഡാൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഒരു സമയത്തെ പാടി ഡാൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് വലിയ എഫേർട്ട് എടുത്ത് ചെയ്യാത്തത് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞു തന്ന സ്റ്റെപ്സ് എല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ പാർട്ടായിട്ട് പഠിക്കുക, ഓരോ പാർട്ടായിട്ട് ഷോർട്സിൽ മനസ്സിൽ മിഥുനമഴ പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യും. ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ട്യൂട്ടോറിയൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ parvathimayura@gmail.com എന്ന മെയിൽ ID-യിലേക്കോ പാർവതീസ് ഡാൻസ് സ്റ്റുഡിയോ എന്ന ഫേസ്ബുക്ക് പേജിലേക്കോ ഇൻസ്റ്റാഗ്രാം പേജിലേക്കോ നിങ്ങൾ വോയിസ് മെസ്സേജോ അയച്ചാൽ മതി. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ.